സംസ്ഥാനത്ത് വോട്ടെടുപ്പ് വൈകിയതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതര അനാസ്ഥയുണ്ടായെന്നാണ് UDFന്റെ ആരോപണം. അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം മന്ദഗതിയിലായതും പകൽ സമയത്തെ ചൂടും വോട്ടെടുപ്പിനെ ബാധിച്ചുവെന്നാണ് LDFന്റെ വിലയിരുത്തൽ. വോട്ടെടുപ്പിനുള്ള സമയപരിധി അവസാനിച്ച ശേഷവും പല ബൂത്തുകൾക്ക് മുന്നിലും സമ്മതിദായകരുടെ നീണ്ട നിരയായിരുന്നു. 6 മണിക്ക് പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള ഗേറ്റ് അടച്ച ഉദ്യോഗസ്ഥർ അതുവരെ കാത്തുനിന്നവർക്ക് സ്ലിപ്പ് നൽകിയാണ് പിന്നീട് വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങിയതിനെതിരെ പല മണ്ഡലങ്ങളിലും പ്രതിഷേധമുയർന്നു. പരാതികൾ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തതോടെ ആരോപണ പ്രത്യാരോപണങ്ങളായി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കാരണം ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ ഗുരുതര അനാസ്ഥയെന്നും വിമർശനം. പരാതികളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. ഇലക്ഷൻ കമ്മീഷനെ കൃത്യം പരാതികൾ അവർക്ക് ബോധ്യമുണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷന് പരാതി വരുന്നത് എവിടെ നിന്നാ? ഈ ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്ന കമ്മീഷനിലുണ്ടാകുന്ന അവരുടെ വീഴ്ച ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് അത് എല്ലാ കാലത്തും ഉള്ളതാണ്. വോട്ടിംഗ് വൈകിയതിൽ അസ്വാഭാവികതയുണ്ടെന്ന് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ ആരോപിച്ചു. എന്തുകൊണ്ടാണ് ഈ വീഴ്ച ഉണ്ടായെന്ന് ഞാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ വിളിച്ച് ചോദിച്ചു. ചില വോട്ടർമാരെ ഇന്ന് വഴിയിൽ കാണുമ്പോൾ 3-4 മണിക്കൂർ നിൽക്കേണ്ടി വന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ഭാഗത്ത്. അത് ശരിക്കും നടക്കരുത്. അത് എന്താ സംഭവം, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അന്വേഷിക്കണം. രാവിലെ പല ബൂത്തുകൾക്ക് മുന്നിലും കനത്ത തിരക്കായിരുന്നു. വെയിൽ ശക്തമായതോടെ വോട്ടർമാരുടെ വരവ് കുറഞ്ഞു. വൈകിട്ട് വീണ്ടും കൂട്ടത്തോടെ ആളുകൾ വോട്ട് ചെയ്യാനെത്തി. സമയപരിധിക്ക് ശേഷവും വോട്ടർമാരുടെ നിര നീളാൻ ഇതും കാരണമായി. വോട്ടിംഗ് മെഷീനിൽ ബീപ്പ് സൗണ്ട് മുഴങ്ങാൻ സാധാരണയിൽ കൂടുതൽ സമയമെടുത്തെന്ന് പരാതിയുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഈ VVPAT കൂടി ഉള്ളതുകൊണ്ട് ബീപ്പ് ശബ്ദം കിട്ടിക്കഴിഞ്ഞാലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഒരു 2 സെക്കൻഡ് സമയം അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വോട്ടും അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും താമസമുണ്ടായി എന്നാണ് അവർ പറഞ്ഞത്. ബീപ്പ് സൗണ്ട് മുഴങ്ങാൻ താമസമുണ്ടായതിൽ ആശങ്കയറിയിച്ച ജോസ് കെ മാണി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് ഇന്ത്യ മുന്നണി നേരത്തെ പരാതി ഉന്നയിച്ച കാര്യവും ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് 24.